ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. താനിങ്ങനെ വിഷമിച്ചെന്നിട്ട് കാര്യമില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നത് എന്ന് വേണം നോക്കാൻ. അബിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. അവന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു തെറ്റ് സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാ. അബി തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. തിന്നുന്നതും കഴിക്കുന്നതും വരെ അവർക്ക് വ്ളോഗാണ്. അല്ല, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്തരക്കാർക്ക് ആവശ്യത്തിലെത്തിക്കാൻ കാശും കിട്ടുന്നുണ്ട്. ആ കാശിന് വേണ്ടിയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത്. അതെ, പോരാത്തതിന് സ്ത്രീകളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ കുറെ നിയമങ്ങളും നമ്മുടെ നിയമവ്യവസ്ഥയിലുണ്ടല്ലോ. അത് ശരിയാ. ഇവളെ പോലുള്ള ആൾക്കാർ കാരണം നാളെ സത്യസന്ധമായ പരാതിയും കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പോലും നീതി ലഭിക്കാത്ത അവസ്ഥയാവും. അതുറപ്പാണ്. ഇതൊന്നും അല്ല, അബി ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണം. അത് മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. ഒരു തെറ്റും ചെയ്യാത്തവൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ കരഞ്ഞു തളർന്ന് നിന്ന ആ നിപ്പ് എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അഭിയുടെ പേരിൽ വന്നിരിക്കുന്ന ഈ ഫേക്ക് ന്യൂസിന് പിന്നിലെ യഥാർത്ഥ സത്യം നമ്മൾ കണ്ടെത്തും. അതെ മോളെ, മോള് ധൈര്യമായിട്ടിരിക്കും. അബിയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അതെ, ഉടനെ തന്നെ അഖിലിനെ വിളിക്കണം. കിരൺ, ഹലോ അഖിൽ, അബിയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യം എനിക്കറിയണം. അതിന് എത്രയും പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത പെൺകുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഓക്കെ ചേച്ചി, ഞാൻ ഉടനെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വിളിക്കാം. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ. അശി, എടോ അശി, താനിങ്ങനെ കരയാതെ. ഞാൻ പിന്നെ എന്ത് ചെയ്യണം പൃഥ്വി? ഇത്ര വലിയൊരു നാണക്കേട് വന്നാ സന്തോഷിക്കാൻ പറ്റുമോ? എന്നാലും അഭി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ. ഞാൻ ഇങ്ങനെയൊന്നും അല്ല അവനെ കുറിച്ച് കരുതിയത്. ഒരു വീഡിയോ കണ്ടെന്ന് കരുതി അവനെ പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ പാടില്ല. അതിന്റെ സത്യം എന്താണെന്ന് ആദ്യം അന്വേഷിക്കാം. അതല്ലേ വേണ്ടത്. ഇനി എന്താ പൃഥ്വി നിനക്ക് അന്വേഷിക്കാനുള്ളത്? അതിൽ കണ്ടത് അഭിജിത്ത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ നിനക്ക് സംശയമൊന്നുമില്ലല്ലോ. അതെ, ഏതായാലും വലിയ കഷ്ടമായി പോയി. അഭിജിത്ത് ഇങ്ങനൊരു വൃത്തികെട്ടവനാണെന്ന് സ്വപ്നത്തെ പോലും ഞാൻ കരുതിയില്ല.